اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ ഇണയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. മുജാലസാത്തു സ്വാലിഹീനൽ ഫുദ്ദല, അള്ളാഹുവിന്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കളുമായി ബന്ധപ്പെടുക. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സ്വാദിഖീങ്ങളോടുകൂടെ ആവണം. ഈ ആരിഫീങ്ങളുമായി ബന്ധപ്പെടണമെന്ന് പറഞ്ഞതിലുള്ള ലക്ഷ്യം എന്തെന്ന് പറഞ്ഞാല്, ആരിഫീങ്ങളെ ഹൃദയം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തജല്ലിയാത്ത് ഒരു പേമാരി പോലെ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്ന കൽബുകളാണ് സ്വാലിഹീങ്ങളെ കൽബുകൾ. അള്ളാഹുവിന്റെ അനുരാഗത്തിന്റെ ഒരു സ്നേഹവസന്തം അത് ഇറങ്ങുന്ന കൽബുകളാണ് കൽബുകൾ, ആരിഫീങ്ങളെ കൽബുകൾ. നമ്മൾ എത്ര മോശക്കാരനായിക്കോട്ടെ, ഹറാമിന്റെ പടുകുഴിയിൽ ജീവിക്കുന്ന, അഴുക്കുചാലിൽ ജീവിക്കുന്ന മനുഷ്യനാണെങ്കിലും ആരിഫീങ്ങളാകുന്ന ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിനേക്ക് മാറ്റം വരും. എത്ര മോശമുള്ള കൽബാണെങ്കിലും ആ കൽബ് മാറും. ഒരൊറ്റ സംഭവം പറയാണ്. ബഹുമാനപ്പെട്ട ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു, ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു, ദുന്നൂനിൽ മിസ്രി എന്ന് പറയുന്ന മഹാനെ കുറിച്ച് ഒരുപാട് കിതാബുകളിൽ, തസവൂഫിന്റെ ഒരുപാട് കിതാബുകളിൽ പറയുന്നുണ്ട്. അല്ലാമ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു റൗദുർ റയാഹീൻ എന്ന് പറയുന്ന കിതാബിലൊക്കെ വിശാലമായി പറയുന്നുണ്ട്. ജാമിഉ കറാമാത്തിൽ ഔലിയ എന്ന് പറയുന്ന കിതാബിലുണ്ട്. തൻവീറുൽ ഖുലൂബ് എന്ന് പറയുന്ന കിതാബിലുണ്ട്. റൂഹുൽ ബയാൻ എന്ന് പറയുന്ന നിരവധി കിതാബുകളിൽ ആ മഹാനുഭാവന്റെ ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം ഒരു വേള നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സ്വാലിഹീങ്ങളാകുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവുമായുള്ള പ്രണയമങ്ങ് മൂത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ചിന്തയും അവരുടെ മനസ്സിലേക്ക് വരൂല. പ്രണയത്തിന് അങ്ങനെ ഒരു പ്രത്യേകത. ലോകത്തിലെ ഏറ്റവും വലിയ വേദന സംഹാരി അത് പ്രണയമാണ്. അതങ്ങ് മൂത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിനെ കുറിച്ച് ഓർമ്മ ഉണ്ടാവൂല. മുടി വെട്ടണം എന്ന് ഓർമ്മ ഉണ്ടാവൂല, ഞാനിപ്പോ എവിടെയാണെന്ന് ഓർമ്മ ഉണ്ടാവൂല, വസ്ത്രം കഴുകണമെന്ന് ഓർമ്മ ഉണ്ടാവൂല. അതേപോലെ ഒരു ഉഖലാഉൽ മജാനീൻ, ബുദ്ധിയുള്ള ഭ്രാന്തന്മാർ എന്ന കിതാബനുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദന ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു ഒരു വേള നടന്നുപോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് കുറച്ച് കുട്ടികൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ദുന്നൂനുൽ മിസ്രിയെ കണ്ടപ്പോ ഇവർക്ക് തോന്നി ഇയാളൊരു ഭ്രാന്തനായിരുന്നു. അപ്പൊ കുട്ടികൾ തമാശ രൂപത്തിൽ കല്ലുകൾ എടുത്തിട്ട് ഭ്രാന്തന്റെ കോലത്തിലുള്ള ദുന്നൂനുൽ മിസ്രിയെ കല്ലെടുത്ത് ഇങ്ങനെ എറിയാണ്. പോ അവിടുന്ന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കല്ലെടുത്തിട്ട് ഇങ്ങനെ എറിയ. ദുന്നൂനുൽ മിസ്രി ഇങ്ങനെ അവരെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോഴും കുട്ടികൾ കല്ലെടുത്ത് ഇങ്ങനെ എറിയുന്നുണ്ട്. തൻവീറുൽ ഖുലൂബ് എന്ന് പറയുന്ന നക്ഷബന്ദിയ തുരീഖത്തിനെ കുറിച്ച് പറയുന്ന കിതാബിൽ ഈ സംഭവം പറയുന്നുണ്ട്. അങ്ങനെ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു ഇതിങ്ങനെ എറിയുന്നത് മറ്റൊരാൾ കണ്ടു. ആ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, എന്താ കുട്ടികളെ നിങ്ങൾ കാണിക്കുന്നത്? ഒരു മനുഷ്യനെ കല്ലെടുത്തെറിയ? ആ സമയത്ത് കുട്ടികൾ പറഞ്ഞു, അത് മജ്നൂനാണ്, ഭ്രാന്തനാണ്. അപ്പൊ ഈ മനുഷ്യൻ വന്നിട്ട് ബഹുമാനപ്പെട്ട സയ്യിദുന ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ആ മജ്നൂനുൻ അൻത, നിങ്ങളൊരു ഭ്രാന്തനാണോ? മഹാൻ മറുപടി പറഞ്ഞു, നഅം ഫിൽ അർദ്, ഭൂമിയിൽ ഞാൻ ഭ്രാന്തനാണ്. ലാ ഫിസ് സമാ, ആകാശലോകത്ത് ഞാൻ എന്തല്ല, ഭ്രാന്തനല്ല. സൈറാനിയായ ഒരു ലോകമുണ്ട്, മലക്കൂത്തിയായ ലോകം, അവിടെ ഞാൻ ഭ്രാന്തനല്ല. ശേഷം മഹാൻ പറഞ്ഞു,
ഒരു സെക്കൻഡ് പോലും അല്ലാ എന്ന ചിന്ത എന്റെ മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഞാനൊരു മുഅ്മിനാണ് എന്ന് പോലും ഞാൻ അംഗീകരിക്കുന്നില്ല. അത്രയും വലിയ ഉന്നതനാണ് അള്ളാഹുവിന്റെ ആരിഫായ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു ദിവസം ഒരു നദിയുടെ തീരത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ബോട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. ആ ബോട്ടിൽ ഒരുപാട് സമ്പന്നരായ ആളുകൾ മദ്യം കഴിക്കുന്നുണ്ട്, വ്യഭിചരിക്കുന്നുണ്ട്, തെമ്മാടിത്തരങ്ങൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ ബഹുമാനപ്പെട്ട സയ്യിദുന ദുന്നൂനുൽ മിസ്രി ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കാണുകയാണ്. അപ്പൊ ആ ബോട്ട് കണ്ടപ്പോ ബഹുമാനപ്പെട്ട ദുന്നൂനുൽ മിസ്രി അതിനെങ്ങനെ മാടി വിളിച്ചു. ആ ബോട്ടിനെങ്ങനെ മാടി വിളിച്ചു. അദ്ദേഹം ഒരു ഭ്രാന്തന്റെ കോലത്തിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് ബോട്ടിലുള്ള ആൾക്കാർ തോന്നി, ആരാണ് ഇപ്പൊ ഈ ബോട്ടിനെങ്ങനെ മാടി വിളിക്കുന്നത്? അവര് ബോട്ടൊന്ന് കുറച്ച് കരയിലേക്ക് അടുപ്പിച്ചപ്പോ അവർക്ക് മനസ്സിലായി അത് ദുന്നൂനുൽ മിസ്രിയാണ്. അപ്പൊ അതിലൊരാള് പറഞ്ഞു, അദ്ദേഹത്തെ ഈ ബോട്ടിലേക്ക് കയറ്റിയാൽ നമ്മളെ കള്ളൂടി നടക്കൂല കേട്ടോ, ഹറാമായ കാര്യങ്ങളൊന്നും നടക്കൂല ഇതിലേക്ക് കയറ്റിയാലോ. അപ്പൊ അവർക്ക് കള്ള് കൊടുത്തുകൊണ്ട് അവർ ഉന്മാദത്തിലാക്കിയിരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് പറഞ്ഞു, മൂപ്പർ ഏത് ആരിഫായ വലിയാണെങ്കിലും കപ്പലിക്ക് കയറ്റിക്കോളിയും, കള്ള് ഞാൻ കുടിപ്പിച്ചോളാം. കപ്പലിക്ക് നിങ്ങൾ കയറ്റിക്കോളിയും, കള്ള് ഞാൻ കുടിപ്പിച്ചോളാം. ആ സമയത്ത് ഈ ബോട്ടിലുള്ള അല്ലെങ്കിൽ ഈ കപ്പലിലുള്ള ആളുകൾ പറഞ്ഞു, നിങ്ങൾക്കതിന് സാധ്യമല്ല. അദ്ദേഹം അല്ലാഹുവിന്റെ ആരിഫായ വലിയാണ്, അദ്ദേഹത്തിനെ കല്ല് കുടിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയില്ല. ആ പെണ്ണ് വാശി പിടിച്ചു പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തിനെ ഈ കപ്പലിലേക്ക് അല്ലെങ്കിൽ ബോട്ടിലേക്ക് നിങ്ങൾ കയറ്റിയും, കല്ല് ഞാൻ കുടിപ്പിച്ചോളാം. മനസ്സില്ലാ മനസ്സോടെ ഈ ബോട്ട് കരയിലേക്ക് അടുപ്പിച്ചു. സയ്യിദുനാ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു ആ ബോട്ടിലേക്ക് അങ്ങ് കയറി. അദ്ദേഹം അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ പെണ്ണ് ഒരു കയ്യിലൊരു കള്ളിന്റെ പാത്രവുമായി വന്നിട്ട് ദുന്നൂനുൽ മിസ്രിയോട് പറഞ്ഞു, ദുന്നൂൻ, ഈ ദുനിയാവ് സന്തോഷിക്കാനുള്ളതാ, ദുനിയാവ് ആഹ്ലാദിക്കാനുള്ളതാണ്, അതുകൊണ്ട് ഈ കള്ള് കുടിക്കണം ദുന്നൂൻ എന്ന് പറഞ്ഞു. ആ സമയത്ത് ദുന്നൂനുൽ മിസ്രി കണ്ണെന്നെ തുറന്നില്ല. അദ്ദേഹം അല്ലാഹുവിനെ കുറിച്ചുള്ള പ്രണയത്തിന്റെ ഏറ്റവും ഉന്നതമായ തലത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തവണ പറഞ്ഞിട്ടും അദ്ദേഹം കണ്ണു തുറക്കാതെ വന്നപ്പോ ഈ പെണ്ണിന് മനസ്സിലായി ഇദ്ദേഹം ഒരു സാധാരണക്കാരനല്ല. ഈ പെണ്ണ് പറഞ്ഞു, ദുന്നൂൻ, ഞാൻ കുടിച്ച കള്ള് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, എന്നാൽ ഞാൻ കുടിച്ച കള്ളിനേക്കാൾ ലഹരിയുള്ള എന്തോ ഒരു കള്ളാണ് നിങ്ങൾ കുടിച്ചിരിക്കുന്ന കള്ള്. അതുകൊണ്ട് എനിക്കിനി ഈ കള്ളിന്റെ രുചി അറിയണ്ട, എനിക്ക് ഈ കള്ള് വേണ്ട, നിങ്ങൾ കുടിച്ച കള്ള് എന്നെ ഒന്ന് കുടിപ്പിക്കണം എന്ന് പറഞ്ഞു. കാരണം ഞാൻ കള്ള് കുടിച്ചിട്ടാണ് ആടുന്നത്, നിങ്ങളും കുടിച്ചിരിക്കുന്ന കള്ള്, പക്ഷെ ഞാൻ കുടിച്ച കള്ളല്ല, ഇതിനേക്കാൾ ലഹരിയുള്ള മസ്തുള്ള എന്തോ ഒരു കള്ളാണ് നിങ്ങൾ കുടിച്ച കള്ള്, അതെനിക്ക് വേണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു കണ്ണു തുറന്നു. എന്നിട്ട് പറഞ്ഞു, പെണ്ണേ, ഞാൻ കുടിച്ച കള്ള് നിനക്ക് വേണോ? ആ പെണ്ണ് പറഞ്ഞു, വേണം. ബഹുമാനപ്പെട്ടവർ എഴുന്നേറ്റി തന്റെ സുന്ദരമായ വലത്തെ കൈ ഇടത്തെ മുലക്കണ്ണിയുടെ 4 വിരൽ താഴെയുള്ള ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് എന്തോ ഒരു സാധനം എടുക്കുന്നത് പോലെ എടുത്തിട്ട് ആ പെണ്ണിന്റെ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് ഇട്ടുകൊടുത്തു. അതോടുകൂടെ ഈ പെണ്ണിന്റെ ഹൃദയത്തിലുള്ള ശൈത്താൻ പറന്നുപോയി. അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വന്നു, നരകത്തിന്റെ അദാബിനെ കുറിച്ചുള്ള ഓർമ്മ വന്നു, താനൊരു വലിയ പാപിയാണെന്ന് ഓർമ്മ വന്നു. ആ പെണ്ണ് ബഹുമാനപ്പെട്ട ദുന്നൂനുൽ മിസ്രിയോട് കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിച്ചു. മഹാൻ ഏറ്റവും ഉന്നതമായ തലത്തിലേക്ക് ആ പെണ്ണിനെ ഉയർത്തി. ആ പെണ്ണാണ് പിന്നീട് ലോകം അറിയപ്പെടുന്ന റാബിഅ ബീവി റളിയല്ലാഹു അൻഹ. റാബിഅ 4 എണ്ണുണ്ട് കിതാബിൽ കാണാം. റാബിഅത്തുൽ അദവിയ്യ തന്നെ 4 എണ്ണമുണ്ട് എന്ന് താരീഖിന്റെ കിതാബുകളിൽ തന്നെ പറയുന്നുണ്ട്. അതിലൊരു റാബിയ ഈ റാബിഅയാണ്. അപ്പൊ നമ്മൾ എത്ര മോശക്കാരാണെങ്കിലും എത്ര തമ്മാടിയാണെങ്കിലും അള്ളാഹുവിന്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കളുമായി ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിനൊക്കെ മാറ്റം വരും, എത്ര മോശക്കാരാണെങ്കിലും. അതുകൊണ്ട് സ്വാലിഹീങ്ങളുമായുള്ള സമ്പർക്കം അത് ജീവിതത്തിൽ ഉണ്ടോ, അവൻ വിജയിക്കും. കണ്ടോനെ കണ്ടുപിടി, കാട്ടിത്തരും കലിമ, കൽബിന്നു പിന്നെ വലിയുമാ.
എന്ന് പറയുന്ന ഉന്നതമായ അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെത്താൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.